ഹായ്, മൈ നെയിം ഈസ് ജാനറ്റ് റാം ആൻഡ് വെൽക്കം ബാക്ക് ടു സോൾവർ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇന്ത്യൻ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആയിരുന്നു. അതിൽ നമ്മൾ എന്താണ് ചെയ്തത്? റൈറ്റ് സൈഡിൽ 3 ഡിജിറ്റ്സ് ചേർന്ന് വൺസ് പീരിയഡ്, പിന്നെ നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് തൗസൻഡ്സ് പീരിയഡ്, നെക്സ്റ്റ് 2 ഡിജിറ്റ്സ് ലാക്സ് പീരിയഡ്, ദെൻ 2 ഡിജിറ്റ്സ് ക്രോർസ് പീരിയഡ്. ഇതെല്ലാം ചേർത്ത് നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? 39 crores, 54 lakhs, 12 thousands, then ones period, 746. അപ്പോൾ ഇന്ത്യൻ സിസ്റ്റത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും റൈറ്റ് സൈഡിൽ ഫസ്റ്റ് 3 ഡിജിറ്റ്സ്, പിന്നെ ബാക്കിയെല്ലാം 2 ഡിജിറ്റ്സ് വെച്ചാണ് പീരിയഡ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റർനാഷണൽ സിസ്റ്റം ഓഫ് ന്യൂമറേഷൻ ആണ്. ഇനി ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എന്താണ് വ്യത്യാസം വരുന്നത്? ഇന്ത്യൻ സിസ്റ്റത്തിൽ നിന്ന് ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എന്താണ് വ്യത്യാസം വരുന്നത്? നമുക്ക് പ്ലേസസ് നോക്കാം. പ്ലേസ് ഇന്ത്യൻ സിസ്റ്റത്തിന്റെ പോലെ തന്നെ വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ്, തൗസൻഡ്സ് പ്ലേസ്, 10,000s പ്ലേസ്, ഇത്രയും വരുന്നത് ഇന്ത്യൻ സിസ്റ്റത്തിന്റെ അതുപോലെ തന്നെ. അത് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കേ, 100,000s. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ 100,000s ഉണ്ട്. നമുക്ക് അവിടെ ലാക്സ് പ്ലേസ് ആണ് വരുന്നത് ഇന്ത്യൻ സിസ്റ്റത്തിൽ. പക്ഷെ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ 100,000. പിന്നെ അടുത്തത് മില്യൺസ് പ്ലേസ്, then 10 millions place, 100 millions, then billions place, 10 billions, then 100 billions. ഇവിടെ നമ്മൾ പീരീഡ് തിരിക്കുമ്പോൾ ആദ്യത്തേത് വൺസ് പ്ലേസ്, ടെൻസ് പ്ലേസ്, ഹൺഡ്രഡ്സ് പ്ലേസ്. ഇന്ത്യൻ സിസ്റ്റത്തിന്റെ അതുപോലെ തന്നെ ഇത് മൂന്നും ചേർന്ന് വൺസ് പീരീഡ് വരുന്നു. ഇത് വൺസ് പീരീഡ്. ഇനി അടുത്തത് ശ്രദ്ധിക്കാനുള്ള, തൗസൻഡ്സ് പീരീഡില് 3 ഡിജിറ്റ്സ് എടുക്കും. സി, തൗസൻഡ്സ് പ്ലേസ്, 10,000s പ്ലേസ്, 100,000s പ്ലേസ്. ഈ 3 പ്ലേസും കൂടി ചേർന്നതാണ് തൗസൻഡ്സ് പീരീഡ്. ഇത് തൗസൻഡ്സ് പീരീഡ്. അടുത്തത് മില്യൺസ് പ്ലേസ്, 10 millions പ്ലേസ്, 100 millions പ്ലേസ്. ഇത് മൂന്നും ചേർന്നാണ് മില്യൺസ് പീരീഡ്. ഓക്കെ, അതുപോലെ തന്നെ ബില്യൺസ് പീരീഡ്, ബില്യൺസ്, 10 billions, 100 billions. ഇവിടെ 3 പ്ലേസും ചേർന്ന് ബില്യൺസ് പീരീഡ് വരും. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ്സ്. ഇന്ത്യൻ സിസ്റ്റത്തിൽ ഇതുപോലെയായിരുന്നു. ഏറ്റവും റൈറ്റ് സൈഡിൽ നമ്മൾ 3 ഡിജിറ്റ്സ് എടുക്കും. ബാക്കിയെല്ലാം 2 ഡിജിറ്റ്സ് വെച്ചായിരുന്നു. ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ നമ്മളെല്ലാം 3 ഡിജിറ്റ്സിന്റെ പീരീഡ് ആണ്. ഈ നമ്പർ നമ്മൾ ഇനി എങ്ങനെയാണ് വായിക്കുന്നത്? എപ്പോഴും ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. അപ്പൊ ആദ്യം ഏതാണ്? ബില്യൺസ് പീരീഡ്, 436 billions. സോ 436 billions. അടുത്തത് മില്യൺസ് പീരീഡിൽ എന്താണുള്ളത്? 895 millions. Then thousands period, 712 thousands. And last 643. In ones period 643. അപ്പോൾ ഇതാണ് നമ്പർ. ഓക്കെ, ഇനി ഈ നമ്പർ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് കോമ ഇട്ട് പീരിയഡ്സ് തിരിക്കണം. അതിനെന്ത് ചെയ്യും? ഏറ്റവും റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് 3 ഡിജിറ്റ്സ്, അത് വൺസ് പീരിയഡ്, കോമ ഇട്ടു. നെക്സ്റ്റ് ഏതാണ്? തൗസൻഡ്സ് പീരിയഡ്, 3 ഡിജിറ്റ്സ് തൗസൻഡ്സ് പീരിയഡ്, കോമ ഇട്ടു. നെക്സ്റ്റ് 3 ഡിജിറ്റ്സ് മില്യൺസ് പീരിയഡ്, കോമ ഇട്ടു. ഇത് ബില്യൺസ് പീരിയഡ്. ഈ നമ്പർ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? ബില്യൺസ് പീരീഡിൽ എന്താണുള്ളത്? 706. സോ 706 billions, 348 millions, 611,000s, 465. ഇതാണ് നമ്പർ വരുന്നത്. അപ്പോൾ 706 billions, 348 millions, 611,000s,
465. ഓക്കെ, അടുത്തതായിട്ട് ഈ നമ്പർ ഇന്റർനാഷണൽ സിസ്റ്റത്തിൽ എങ്ങനെ എഴുതും? ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? പീരിയഡ്സ് തിരിക്കുക, കോമ ഇടുക. അപ്പോൾ ഫസ്റ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ഫസ്റ്റ് 3 ഡിജിറ്റ്സ്, നെക്സ്റ്റ് 3 ഡിജിറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ പീരിയഡ്സ് വന്നു? വൺസ് പീരിയഡ്, തൗസൻഡ്സ് പീരിയഡ്, മില്യൺസ് പീരിയഡ്. ഇവിടെ ബില്യൺസ് പീരിയഡ് ഇല്ല, മില്യൺസ് പീരിയഡ് വരെയുള്ളൂ. ഈ നമ്പർ നമ്മൾ എങ്ങനെ എഴുതും? സോ 340 മില്യൺസ്, 340 മില്യൺസ്. പിന്നെ തൗസൻഡ്സ് പീരിയഡിൽ എന്താ ഉള്ളത്? ഇവിടെ 0 ആണ്. 100,000 പ്ലേസിലും 10,000 പ്ലേസിലും 0 ആണ്. പിന്നെ തൗസൻഡ്സ് പീരിയഡ്സിൽ ആകെ ഉള്ളത് എന്താണ്? 7. സോ 7,389. ഇനി ഇതേ നമ്പർ ഇന്ത്യൻ സിസ്റ്റത്തിൽ എഴുതിയാൽ എങ്ങനെയിരിക്കും നോക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ കോമ ഇടുന്നത്? റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ്സ്, പിന്നെ 2 ഡിജിറ്റ്സ് വെച്ച്, അതായത് വൺസ് പീരിയഡ്, തൗസൻഡ്സ് പീരിയഡ്, ലാക്സ് പീരിയഡ്, ക്രോർസ് പീരിയഡ്. അപ്പൊ ഈ നമ്പർ നമ്മൾ ഇനി എങ്ങനെ വായിക്കും? ക്രോർസ് പീരിയഡിൽ 34. സോ 34 ക്രോർസ്. ദെൻ ലാക്സ് പീരിയഡിൽ എന്താ ഉള്ളത്? 0 ഉള്ളൂ. അപ്പൊ ലാക്സ് പീരിയഡ് അവിടെ വരുന്നില്ല. പിന്നെ തൗസൻഡ്സ് പീരിയഡിൽ എന്താ ഉള്ളത്? 7. സോ 7,389. ഇനി നമ്പർ നെയിം ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് എങ്ങനെ എഴുതും? ഇവിടെ നോക്കിക്കേ, 20,569,007. നമുക്കിത് ഈ നമ്പർ എഴുതണം. അപ്പൊ ആദ്യം എന്താണ്? മില്യൺസ് പീരിയഡിൽ എന്താ ഉള്ളത്? 20. മില്യൺസ് പീരിയഡ് എന്ന് പറയുമ്പോൾ അവിടെ എത്ര ഡിജിറ്റ് വരും? 3 ഡിജിറ്റ്സ് വരും. അപ്പൊ ഇവിടെ 20 എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതായത് 100 മില്യന്റെ സ്ഥാനത്ത് ഒന്നുമില്ല. നമ്മളിവിടെ എഴുതുമ്പം 020. പക്ഷെ ഇത് ആദ്യത്തെ ഡിജിറ്റ് 0 ആയതുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. ഇവിടെ 20 മില്യൺ എന്നിട്ട് കോമ ഇടുക. പിന്നെ അടുത്തത് മില്യൺ കഴിഞ്ഞ് ഏതാണ് പീരീഡ് വരിക? തൗസൻഡ്സ് പീരീഡ്. തൗസൻഡ്സ് പീരീഡിൽ എന്താണുള്ളത്? 569. 3 ഡിജിറ്റ്സ് അവിടെ വന്നു. 569 കോമ ഇടുക. അപ്പൊ തൗസൻഡ്സ് പീരീഡ് കഴിഞ്ഞു. പിന്നെ എന്താണുള്ളത്? വൺസ് പീരീഡിൽ 7 മാത്രമേ ഉള്ളൂ. അതായത് 100സ് പ്ലേസിലും 10സ് പ്ലേസിലും ഒന്നുമില്ല, 0. സോ ഇതെങ്ങനെ എഴുതും? 007. ഇത് ചെയ്ത് നോക്കാനായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് ചെയ്തിട്ട് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത ടോപ്പിക്കുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ ബൈ. ഹാപ്പി ലേണിംഗ്.